ഹലോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ ഒരു ചെറിയ ഔട്ടിംഗ് വ്ളോഗുമായിട്ടാണ്. അപ്പം വീട്ടിൽ നിന്ന് അനിയനും അനിയത്തിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അവരുമായിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങളിങ്ങനെ പറഞ്ഞു, കുട്ടികളായിട്ട് പുറത്ത് വെക്കേഷനല്ലേ, പുറത്ത് കളിക്കാൻ പോകുന്ന ഒരു സ്പോട്ട് പറയാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഏത് സ്പോട്ട് പറഞ്ഞാലും വെയിലില്ലാത്ത ഒരു സ്ഥലം, ഇപ്പോഴത്തെ വെയിലത്ത് നമുക്ക് പുറത്തോട്ടിറങ്ങാനേ പറ്റത്തില്ല. അപ്പം വെയിലില്ലാത്ത ഒരു സ്ഥലം വളരെ ബുദ്ധിമുട്ടായിരുന്നു കണ്ടുപിടിക്കാൻ. അപ്പോൾ RP മാളിൽ പോകാമെന്ന് പറഞ്ഞപ്പോൾ അവിടെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലേ സ്റ്റേഷനും കാര്യങ്ങളും ഒക്കെ വളരെ കുറവായതുകൊണ്ട് നമ്മൾ പറഞ്ഞ് അവസാനം ലുലു മാളിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. നമ്മൾ അങ്ങനെ ഇറങ്ങിയ സമയം എന്ന് പറഞ്ഞാൽ 11 മണിയായി. അങ്ങനെ 11 മണിക്ക് ഇറങ്ങി നമ്മൾ ഗൂഗിൾ ചേച്ചി വഴി കുറച്ച് ചൂട് വഴിയിലൊക്കെ കയറിയെങ്കിലും നമ്മളെ കറക്റ്റായിട്ട് ലുലു മാളിൽ എത്തിച്ചിട്ടുണ്ട്. അപ്പം നമ്മളിവിടെ സേഫായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ഒക്കെ നല്ല സൂപ്പറാണ് കേട്ടോ കാണാനൊക്കെ. ഭയങ്കര സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലമാണ്, ഭയങ്കര സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ഏരിയ ഒക്കെയാണ് കേട്ടോ അതിൻ്റെത്. ഭയങ്കര രസമാണ് കാണാൻ. നമ്മളിങ്ങനെ കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കാർ പാർക്കിംഗ് ഏരിയയിലേക്ക് പ്രവേശിക്കുകയാണ് സുഹൃത്തുക്കളെ, പ്രവേശിക്കുകയാണ്. അപ്പം കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് ഫസ്റ്റ് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം 11 മണിക്ക് ഇറങ്ങിയ ശേഷം ഇടയ്ക്കൊരു ജ്യൂസ് കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല വിശപ്പിൻ്റെ സമയമായിരുന്നു. അപ്പം ഫസ്റ്റ് ഫുഡ് കഴിച്ചിട്ട് അവരെ ഫണ്ടൂറയിലേക്ക് കയറ്റാമെന്ന് വിചാരിച്ചു. അപ്പം ഫസ്റ്റ് നമ്മൾ ഫണ്ടൂരയുടെ ഫ്ലോറിലോട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ആ സെയിം ഫ്ലോറിൽ തന്നെയാണ് നമുക്ക് ഫുഡ് കഴിക്കാനുള്ളതും. അപ്പോൾ അവിടെ ചെന്നിട്ട് എനിക്ക് തോന്നുന്നു 3rd 4th ഫ്ലോർ എങ്ങാണ്ടായിരുന്നു എന്ന് തോന്നുന്നു, കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. അപ്പം അപ്പോൾ അങ്ങോട്ടേക്ക് പോവാണ്. അപ്പോൾ ആദ്യം ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് കോട്ടൺ നോക്കുകയാണ്. അപ്പോൾ ഫുഡ് കഴിക്കാൻ കിട്ടിയ സീറ്റിൽ കയറി ഇരുന്നിട്ടുണ്ട് എല്ലാവരും. നല്ല തിരക്കുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് എല്ലാ സീറ്റും ഫുള്ളായിരുന്നു. അപ്പോൾ നമ്മളിത് ഈ ബിരിയാണിയാണ് കേട്ടോ കഴിക്കുന്നത്, ദിണ്ടിഗൽ തലപ്പാക്കട്ടി ബിരിയാണി. അപ്പോൾ അത് ഓർഡർ ചെയ്യാനായിട്ട് അവർ പോയിട്ടുണ്ട്. ആ ഒരു ബിരിയാണിയുടെ പ്രിപ്പറേഷനൊക്കെ അവരിങ്ങനെ സ്ക്രീനിൽ കൂടി ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ബിരിയാണിയൊക്കെ കിട്ടി, നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് 2 വെറൈറ്റി ഉണ്ട് കേട്ടോ. ഈ ബിരിയാണിയിൽ ഫ്രൈഡ് ചിക്കൻ ഉള്ളതും കിട്ടും, അല്ലാതെ നോർമലായിട്ടുള്ള ചിക്കൻ ഉള്ളതും കിട്ടും. അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഐസ്ക്രീമും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഐസ്ക്രീം ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ പാർത്തിക്കുട്ടൻ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട്. അവൻ വീഡിയോ എടുക്കുന്നത് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. അപ്പോൾ നേരെ ഫ്രണ്ടിലോട്ട് വന്നാൽ ക്യാമറയുടെ നേരെ ഫോക്കസ് ആയി പോകും. അതുകൊണ്ട് അവൻ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇങ്ങനെ നടക്കുകയാണ്, എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ. അപ്പോൾ നമ്മുടെ പവിക്കുട്ടനും ചിന്നുവും കൂടെ അവിടെ പോയി നിന്ന് കസ്റ്റമൈസ്ഡ് ഐസ്ക്രീമൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. അവരെ കൊണ്ട് എന്തൊക്കെയോ അതിനകത്ത് വാരി ഏൽപ്പിച്ചിട്ടുണ്ട്. മാഷ്മെല്ലോയോ കുറച്ച് സ്റ്റാർസും ജെംസും അങ്ങനെയുള്ള കുറച്ച് പിള്ളേരെ പറ്റിക്കുന്ന കുറച്ച് സാധനങ്ങളൊക്കെ അതിനകത്ത് വാരി ഇടിയിട്ടുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ചിന്നു അത് ടേസ്റ്റ് നോക്കാനായിട്ട് പാർത്തിക്ക് കൊടുക്കുന്നുണ്ട്. പാർത്തി അതിൻ്റെ ഇടയ്ക്ക് വേറെ എന്തൊക്കെയോ വാരി തിന്നുന്നുണ്ട്. അങ്ങനെ അവൻ വീണ്ടും ഐസ്ക്രീം എടുക്കുന്നുണ്ട് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പം അവൾ വീണ്ടും പാർത്തിക്ക് ജെംസ് കഴിക്കാനായിട്ട് കൊടുത്ത്. അപ്പോൾ അവനത് കഴിച്ച്, അപ്പോൾ അത് കണ്ടപ്പം പവിക്കും വേണം. അപ്പോൾ അങ്ങനെ അവൾ പവിക്കും കൂടെ ഒരു ജെംസ് കൊടുത്ത് അത് കഴിച്ചിട്ട് അവൻ സൂപ്പറാന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ 3 പേരും കൂടെ അവിടെ ഇരുന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് നേരെ ഫണ്ടൂരയിലേക്ക് കയറി.
അപ്പോൾ ഫസ്റ്റ് ചിന്നുവിനെയും പവിയും കൂടെ സോഫ്റ്റ് പ്ലേ സെക്ഷനിലോട്ട് കയറ്റി വിടുകയാണ്. അവിടോട്ട് കയറ്റി വിട്ട് കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞ് നോക്കേണ്ട ആവശ്യമില്ല. കാരണം അവർ കളിച്ചിട്ട് തിരിച്ചിറങ്ങി വന്നോളൂ. അവിടെ അവരെ നോക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാരെയൊക്കെ നിർത്തിയിട്ടുണ്ട് അവർ. ഒരുപാട് കുട്ടികൾ അതിനകത്ത് കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരിങ്ങനെ എത്തി നോക്കിക്കൊണ്ടിരിക്കുക. അകത്തോട്ട് കയറ്റി വിടുക എന്ന് പറഞ്ഞ് നോക്കിയിരിക്കുകയാണ്. കാരണം അവിടെ കുറച്ചൊരു സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ പേര് പറഞ്ഞു കൊടുക്കണം. അകത്തോട്ട് കയറ്റി വിടുന്ന കുട്ടികളുടെ പേര് പറഞ്ഞു കൊടുക്കണം. പിന്നെ അവരുടെ കയ്യിൽ ഒരു ടാഗൊക്കെ കിട്ടിക്കൊടുക്കും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ശേഷം മാത്രമേ അങ്ങോട്ട് കയറ്റി വിടത്തുള്ളൂ. അപ്പോൾ അവരതിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഉണ്ട്. ഇവിടെ കയറി ഇരിക്കാം അല്ലേ? ഏതാ അങ്ങനെ പൊട്ടത്തില്ല. അതുവഴിയാണോ പോകുന്നത്? അവനങ്ങ് പോയി. പിന്നെ വലിയ കുട്ടികൾക്ക് ഇതേപോലെ കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. പാർട്ടി ഇതുപോലെ എനിക്ക് തോന്നുന്നു ഒരു 5-6 വെറൈറ്റി ഉണ്ട് ഇതിൻ്റെ തന്നെ. അപ്പോൾ അതിനകത്ത് എല്ലാം കേട്ടിട്ടുണ്ട്. പക്ഷേ വീഡിയോ എടുക്കാൻ ഇത് മാത്രമേ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ പവിയും ചിന്നുമൊക്കെ കളിയൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ടാഗൊക്കെ അഴിക്കാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ അവർ വന്നിട്ട് ടാഗൊക്കെ അഴിച്ചു കൊടുത്തിട്ട് അവരെ ഇറക്കി വിടുകയാണ് കേട്ടോ. പിന്നെ പാർത്തി കയറിയത് ഇതേപോലുള്ളൊരു സംഭവമാണ് കേട്ടോ. മുകളിൽ കയറി കുടിക്കണം നടക്കുന്ന പോലത്തെ എന്തോ എൻ്റെ പേരെന്ന് എനിക്കറിയത്തില്ല. ഇതിൽ കയറിയിട്ടുണ്ട്. പിന്നെ ഇവിടെ രണ്ടുപേരും ഭയങ്കര കാറോടിപ്പായിരുന്നു. കാറോടിപ്പ് എന്ന് പറഞ്ഞാൽ അത് ഒറിജിനൽ കാറാവുന്ന ആരുടെയോ ഭാഗ്യം. അങ്ങനെ സ്ക്രീനൊക്കെ പൊട്ടിപ്പോകുന്ന രീതിയിൽ കാറൊക്കെ കൊണ്ടുവന്ന് എവിടേക്കാണ് ഇടിക്കുന്നത്. ഇവിടെ കാറിൻ്റെ ആക്സിലറേറ്റർ ചവിട്ടാൻ അപ്പുറത്തിരുന്ന ആൾ ഇപ്പുറത്ത് ഇറങ്ങി വന്ന് കാറിൻ്റെ ആക്സിലറേറ്ററൊക്കെ ചവിട്ടി കിടക്കുന്നുണ്ട്. അങ്ങനെ കാറ് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ, നീങ്ങിക്കൊണ്ടിരിക്കുക. അങ്ങനെ അവിടുത്തെ അംഗം കഴിഞ്ഞ് അടുത്ത സെക്ഷനിലോട്ട് പോയിട്ടുണ്ട്. ഇപ്പം ഇവിടെ എന്തൊക്കെയാണോ ഉള്ളത് ഒന്നും ഓർമ്മ വരുന്നില്ല. ഇപ്പം ഇവിടെ എനിക്ക് തോന്നുന്നു പവി ആദ്യം ഒരു ബൈക്കല്ലൊരു 3 വീലർ പോലത്തെ സംഭവം, ഫുൾ വീഡിയോ ഗെയിമിൻ്റെ സെക്ഷൻസാണ് അതൊക്കെ. അപ്പോൾ അവിടെ കയറി ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ചിന്നു അവിടെ നിന്നില്ല, അവൾ വേറെ ഏതോ സംഭവം കണ്ടിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഒരുവിധം ഫണ്ടൂറിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇറങ്ങി നമ്മൾ
ലുലുവിൻ്റെ തന്നെ ഒരു ഫാഷൻ സ്റ്റോറിൽ കയറി കുറച്ച് അല്ലറ ചില്ലറ പർച്ചേസിംഗ് ഒക്കെ നടത്തിയ ശേഷം നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കളിച്ച് ക്ഷീണിച്ചൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അപ്പം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റ.